നമസ്കാരം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലമായിട്ട് എന്ത് ചെയ്തു? അതല്ലെങ്കിൽ നിങ്ങൾ എന്തുണ്ടാക്കി ഇത്രയും കാലമായിട്ട്? ഇത്തരം ചോദ്യങ്ങൾ പല കുടുംബങ്ങളിലും ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ അഭിമുഖീകരിക്കാനുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, മറുപടി ഇല്ലാത്ത, അഥവാ മറുപടി പറഞ്ഞാലും അപ്പൊ അതിന് മറുചോദ്യങ്ങളും കാര്യങ്ങളുമായിട്ട് തർക്കിച്ചിട്ട് ആകെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളെ കുറ്റാണോ? അതല്ലെങ്കിൽ അത് ദൈവത്തിന്റെ കുറ്റമായിട്ട് കണക്കിലെടുക്കണോ? അതായത് നമ്മളിങ്ങനെ പലരും പറയും, ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ട്, അത് ആണായാലും പെണ്ണായാലും കുടുംബത്തിന്റെ അത്താണിയായിട്ട് നിൽക്കുന്നവർക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് ഈ ഗതികേട് വന്നു? അപ്പൊ ആരെയും കുറ്റപ്പെടുത്തണ്ട, പരസ്പരെയും കുറ്റപ്പെടുത്തണ്ട, ഒന്നുമില്ല. അത് നമ്മളെ കുറെ തകരാറുകളാണ്. ഇവിടെയാണ് ഞാൻ ഇതിന്റെ ഹെഡിങ്ങിൽ എഴുതിയ ചില കാര്യങ്ങൾ. നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾക്കും നമ്മളെ മറ്റുള്ളവരുമായിട്ട് സമീപിക്കേണ്ടത്. ഇവിടെ വ്യക്തികളാണ് എല്ലാവരും. അച്ഛനും അമ്മയായാലും, അതായത് മാതാവായാലും പിതാവായാലും മക്കളായാലും ബാപ്പയായാലും ഉമ്മയായാലും സഹോദരങ്ങളായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പൊ അവർക്ക് അവരോട് നമ്മൾ പെരുമാറേണ്ട, അവരെ പഠിപ്പിക്കേണ്ട, അവരെ ശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങളും അവർക്ക് വകവെച്ചു കൊടുക്കേണ്ട കുറെ അവകാശങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ചൈതന്യം എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളാണ്. ഇതിൽ വികാര വിചാരങ്ങളും ചിന്തകളും ആകുന്ന മനസ്സ്, അതുപോലെ തന്നെ അറിവ് സൂക്ഷിച്ചു വെക്കുന്ന നമ്മുടെ ബുദ്ധി, അതുപോലെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ചിത്തം, അതുപോലെ അഷ്ടരാഗങ്ങളൊന്നുമില്ലാത്ത ധൈര്യവും സ്ഥൈര്യവുമുള്ള ചൈതന്യം. ഇതിൽ ഈ മനസ്സും അഭിമാനവും പരസ്പരം ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മനസ്സെന്നും, ബുദ്ധിയും ചിത്തവും ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ അതിനെ ബുദ്ധി എന്നും പറയും. അപ്പോൾ നമ്മളെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശരീരവും മനസ്സും ബുദ്ധിയും ഈ മൂന്ന് തലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ അതിന് വികാസം പ്രാപിച്ചാലേ മാത്രമേ ഉള്ളൂ ആ വ്യക്തി ശ്രേഷ്ഠനാവുന്നത്, അവൻ ആരോഗ്യവാൻ എന്ന് പറയാൻ പറ്റുന്നത്. അതല്ലാതെ വെറും ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടെന്ന്, എത്ര ഉറച്ച ശരീരമായാലും നല്ല ആരോഗ്യം ഉണ്ട് എന്ന് പറയുന്ന ശരീരമായാലും മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ അത് ആ ശരീരം തളർന്നു പോകും. അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ കയറ്റിവെച്ച ബുദ്ധി ഉള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാലും ആ മനസ്സ് പ്രവർത്തിച്ചാൽ മാത്രമേ അത് പ്രായോഗികമായിട്ട് സന്ദർഭോചിതമായിട്ട് ആ ബുദ്ധിനെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റൂ, ആ അറിവിനെയും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കൂടുതൽ ആളുകളും നമ്മളെ കുടുംബത്തിലായാലും വ്യക്തികളായാലും നമ്മളെ ഭരണകർത്താക്കളായാലും സമൂഹമായാലും ഒന്നും കൂടുതൽ ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ മനസ്സിന്റെ ഇത്തരം കാര്യങ്ങൾ. അതുപോലെ നമ്മളെ ഈ സമൂഹം നമ്മൾക്ക് സൃഷ്ടിച്ചു തന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളെ ഈ ശരീരം ആവാൻ വേണ്ടി കുറെ